മക്ക ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചവരെ ശത്രുക്കൾ കഠിനമായി മർദ്ദിച്ചുകൊണ്ടിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം എന്ത് പ്രതിബദ്ധതയുണ്ടെങ്കിലും ധീരമായി മുന്നേറുക, സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാരായ റുഖിയ, ഉമ്മു കുൽസു എന്നിവരെ ചെറുപ്രായത്തിൽ തന്നെ അവിടുന്നിൻ്റെ പിതാവിൻ്റെ സഹോദരൻ കൂടിയായ അബൂലഹബിൻ്റെ 2 മക്കൾ ഉത്ബയുമായും ഉത്തൈബയുമായും വിവാഹം ഉറപ്പിച്ചിരുന്നതായി മുൻ അദ്ധ്യായത്തിൽ പരാമർശിച്ചിരുന്നല്ലോ. ചില സീറയിൽ ഈ വിവാഹങ്ങൾ നടന്നതായും പറയുന്നുണ്ട്. പ്രവാചകത്വത്തിന് ശേഷം ആ ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിച്ചു. പ്രവാചകരെയും വിശ്വാസികളെയും മർദ്ദിക്കുന്നവരിൽ മുൻപന്തിയിൽ തന്നെ അബൂലഹബും ഉണ്ടായിരുന്നു. അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ ധിക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷമിപ്പിക്കുന്നതിൽ ആ സ്ത്രീ സന്തോഷം കണ്ടെത്തി. അവിടുന്ന് നടന്നു പോകുന്ന വഴികളിൽ മാലിന്യവും മുള്ളുകളും നിക്ഷേപിക്കുന്നത് അവർ പതിവാക്കിയിരുന്നു. ഒടുവിൽ അബൂലഹബിൻ്റെയും ഉമ്മു ജമീലിൻ്റെയും പ്രവൃത്തികൾക്ക് താക്കീതുമായി ഖുർആൻ വചനങ്ങളിറങ്ങി. തബ്ബത്ത് യദാ അബീ ലഹബ് അഥവാ അബീലഹബിൻ്റെ കരങ്ങൾ നശിക്കട്ടെ എന്ന് തുടങ്ങുന്ന സൂറത്ത് വഹിയായി ഇറങ്ങിയപ്പോൾ അരിശം പൂണ്ട അബൂലഹബ് തൻ്റെ പുത്രന്മാരായ ഉത്ബയോടും ഉത്തൈബയോടും ഇങ്ങനെ പറഞ്ഞു: മുഹമ്മദിൻ്റെ മക്കൾ ഇനി നിങ്ങളുടെ ഭാര്യമാരായിരിക്കാൻ പാടില്ല, ആ ബന്ധം നിങ്ങൾ ഒഴിവാക്കണം. ഇതേ ആവശ്യവുമായി ഖുറൈശി നേതാക്കളുമെത്തി. പ്രവാചകപുത്രിമാരുമായുള്ള ആ ബന്ധം അങ്ങനെ ഒഴിവായി. റുഖിയ റളിയല്ലാഹു അൻഹായും ഉമ്മു കുൽസു റളിയല്ലാഹു അൻഹായും ആ ബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രരായി. കൂട്ടത്തിൽ ഉത്തൈബ ഒരു കടും കൈ കൂടി ചെയ്തു. അവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു: മുഹമ്മദേ, താങ്കളുടെ മതത്തെ ഞാൻ നിരാകരിക്കുന്നു, താങ്കളുടെ മകളെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ ആ ദുഷ്ടൻ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ആഞ്ഞു തുപ്പുക കൂടി ചെയ്തു. അബൂലഹബ് എല്ലാം കണ്ടു നിൽക്കുകയാണ്. ഉത്തൈബയുടെ പ്രവൃത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ വേദനിപ്പിച്ചു. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു: ഉത്തൈബ, നിന്നെ ഒരു നാൾ നരി പിടിക്കും. ആ വാചകം കേട്ട് അബൂലഹബും മകനും പരിഭ്രാന്തരായി. അവർക്കറിയാമായിരുന്നു ആ വചനങ്ങൾ വെറും വാക്കുകളാകില്ലെന്ന്. പിന്നീടെപ്പോഴോ സിറിയയിലേക്കുള്ള ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്ര ചെയ്യവേ സുഹൃത്തുക്കൾക്ക് നടുവിൽ കിടന്നുറങ്ങുകയായിരുന്ന ഉത്തൈബയെ ഒരു നരി മണം പിടിച്ചു വരികയും കടിച്ചു കൊല്ലുകയും ചെയ്തു എന്നത് ചരിത്രം. പിന്നീടാണ് റുഖിയ റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചത്. ഖദീജ റളിയല്ലാഹു അൻഹാക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും അത് വളരെ ഇഷ്ടമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അതൊരു വലിയ പദവിയായിട്ടാണ് കണ്ടത്. സുന്ദരിയായ റുഖിയ ബീവിക്ക് സുന്ദരനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പുതിയാപ്പള, നല്ല ചേർച്ചയുള്ള ദമ്പതികൾ, ആ വീട്ടിൽ അടക്കിപ്പിടിച്ച സംസാരം. കാരണം ഖുറൈശികൾക്ക് ഈ വിവാഹം ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ആ വിവാഹം അധികമാരും അറിയാതെ വളരെ ലളിതമായി നടന്നു. അവരുടെ സന്തോഷം നിറഞ്ഞ ദാമ്പത്യത്തിനിടയിൽ റുഖിയ റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. മാതാപിതാക്കൾക്കും കുടുംബത്തിനും സന്തോഷം. എങ്കിലും ആ സന്തോഷത്തിൽ ദുഃഖം കലർന്നിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ തന്നെ ഖുറൈശികളാൽ മർദ്ദിക്കപ്പെട്ടിരുന്നു. പ്രസിദ്ധനായ കച്ചവടക്കാരനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ധനികനും ഉദാരനും സ്വാധീനവുമുള്ള ചെറുപ്പക്കാരൻ. എന്നിട്ട് പോലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് രക്ഷയുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഉസ്മാൻ മുഹമ്മദിൻ്റെ മകളെ വിവാഹം ചെയ്യുക കൂടി ചെയ്തിരിക്കുന്നു. റുഖിയ ബീവിക്ക് മാതാപിതാക്കളുടെ പരിചരണം വളരെയേറെ ആവശ്യമുള്ള സന്ദർഭം. വീട്ടിൽ നിർത്താൻ ധൈര്യമില്ല. ശത്രുക്കൾ ഗർഭിണിയെ ഉപദ്രവിക്കുമെന്ന ഭീതി. നമുക്ക് ഈ നാട് വിട്ട് പോകേണ്ടതായി വരും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭാര്യയോട് സ്വകാര്യം പറഞ്ഞു. എല്ലാവരും ദുഃഖിതരാണ്. റുഖിയ റളിയല്ലാഹു അൻഹയുടെ കാര്യം എല്ലാവരെയും ആശങ്കാകുലരാക്കി. മർദ്ദനം സഹിക്കവയ്യാതായപ്പോൾ ഏതാനും സഹാബികൾ നാടുവിടാൻ സന്നദ്ധരായിരിക്കുന്ന സമയമായിരുന്നു അത്. അവരുടെ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഭാര്യ റുഖിയ റളിയല്ലാഹു അൻഹായും പോകാൻ തീരുമാനിച്ചു. ഖുറൈശികൾ അറിയാതെ വേണം യാത്ര പോകാൻ. അവർ അറിഞ്ഞാൽ യാത്ര നടക്കില്ല. ജിദ്ദ തുറമുഖത്ത് കപ്പലെത്തുന്ന ദിവസം രഹസ്യമായി അറിഞ്ഞു. അബിസിനിയയിലേക്കാണ് പോകുന്നത്. ആ രാജ്യം ഭരിക്കുന്നത് നജാഷി രാജാവായിരുന്നു. അബിസീനിയൻ രാജാക്കന്മാർ പൊതുവെ നജാഷി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഖുറൈശികൾ അറിയാതെ രക്ഷപ്പെടണം. ഇരുട്ടിൻ്റെ മറവിൽ യാത്ര. റുഖിയ റളിയല്ലാഹു അൻഹ തൻ്റെ മാതാവ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമീപം വന്നു നിന്നു. ഇരുവരും കെട്ടിപ്പിടിച്ച് കരയുന്നു. പിന്നെ യാത്ര പറഞ്ഞിറങ്ങി. മകളുടെ പോക്ക് നോക്കി മാതാപിതാക്കൾ നിൽക്കുന്നു. ഫാത്തിമയും ഉമ്മു കുൽസുവും വിതുമ്പുന്ന മുഖങ്ങളുമായി ഇത്താത്തയെ യാത്രയാക്കി.
ഇരുട്ടിൽ നടന്നു നീങ്ങുന്ന നിഴൽ രൂപങ്ങൾ. ആദ്യത്തെ ആ ഹിജ്റ സംഘത്തിൽ 11 പുരുഷന്മാരും 4 സ്ത്രീകളും അബിസിനിയിലേക്ക് പുറപ്പെട്ടു. ജിദ്ദയിലെത്തിയപ്പോൾ കപ്പൽ കിടക്കുന്നു. കൂലി നൽകി കപ്പലിൽ കയറി. ഖുറൈശികൾ എങ്ങനെയോ വിവരമറിഞ്ഞു. അവർ ജിദ്ദ തുറമുഖത്ത് ഓടിയെത്തി. പക്ഷെ അപ്പോഴേക്കും ആ കപ്പൽ തുറമുഖം വിട്ടുപോയിരുന്നു. രോഷാകുലരായ ഖുറൈശികൾ നിരാശരായി മടങ്ങേണ്ടി വന്നു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ മൂകത തളം കെട്ടിയിരുന്നു. ഉമ്മു കുൽസുവും ഫാത്തിമയും മാതാപിതാക്കളുമൊത്ത് ആ വീട്ടിൽ ജീവിക്കുന്നു. മൂത്ത മകൾ സൈനബ്, ഭർത്താവ് അബുൽ ആസുമത്ത് അവരുടെ വീട്ടിലാണുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് ശേഷമാണ് ഫാത്തിമ എന്ന മോളുടെ ജനനം. ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹഭാജനമായി കുട്ടിയായ ഫാത്തിമ ആ വീട്ടിൽ വളർന്നു. ഇസ്ലാമിൻ്റെ പ്രകാശത്തിലൂടെയുള്ള വളർച്ചയായിരുന്നു അത്. ഷിർക്കിൻ്റെ ഒരംശം പോലും ആ മോളെ സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇസ്ലാം മതം വിശ്വസിച്ചവർക്ക് നേരെ ക്രൂരമർദ്ദനങ്ങൾ നടക്കുന്ന കാലം. മർദ്ദനത്തിൻ്റെ വിവരണങ്ങൾ കേട്ട് ഫാത്തിമ എന്ന കുട്ടിയുടെ കൊച്ചു മനസ്സ് വേദനിക്കുന്നു. ദുഷ്ടന്മാരായ ഖുറൈശി പ്രമുഖരുടെ പ്രവർത്തനങ്ങൾ ആ കുട്ടിയുടെ ഇളം മനസ്സിൽ ഭയം നിറച്ചിരിക്കുന്നു. തൻ്റെ മാതാപിതാക്കൾക്ക് ധാരാളം വിരോധികളുണ്ടെന്ന് ഫാത്തിമക്കറിയാമായിരുന്നു. തരം കിട്ടിയാൽ അവർ താനടക്കമുള്ള കുടുംബാംഗങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും എന്നതും ആ കുട്ടി മനസ്സിലാക്കിയിരുന്നു. അവർ തങ്ങളുടെ വീടിന് മുന്നിലും തങ്ങൾ നടക്കുന്ന വഴികളിലും വൃത്തികെട്ട മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് ഫാത്തിമ കാണുന്നുണ്ടായിരുന്നു. അവരിൽ പലരും അടുത്ത ബന്ധുക്കളും തൊട്ട അയൽവാസികളുമാണല്ലോ എന്നോർക്കുമ്പോൾ ആ കുരുന്നു മനസ്സിൽ വല്ലാത്തൊരു ഈർഷ്യ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആദ്യമാദ്യം തൻ്റെ പിതാവ് മാലിന്യങ്ങൾ സ്വയം നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കുമ്പോൾ ഫാത്തിമ കണ്ടു നിൽക്കുക മാത്രം ചെയ്തു. പിന്നീട് ആ ജോലി ഫാത്തിമ സ്വയം ഏറ്റെടുത്തു. തുടർന്ന് എല്ലാ പുലർക്കാലങ്ങളിലും അതൊരു മുറതെറ്റാത്ത ദുഃഖ കാഴ്ചയായി മാറുകയായിരുന്നു. പിതാവിന് മേൽ സദാ ഉണർന്നിരിക്കുന്ന ഒരു കണ്ണുണ്ടാകണമെന്ന് മറ്റാരേക്കാളും ഫാത്തിമക്കറിയാമായിരുന്നു. മാത്രമല്ല മാതാവ് ഫാത്തിമയെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉപ്പ പുറത്തേക്ക് പോകുമ്പോൾ കൂടെ പോകാൻ ഉമ്മ ആംഗ്യം കാട്ടിയിരുന്നു. തിരിച്ചു വന്നാൽ ഖദീജ ബീവി വിശേഷങ്ങൾ കുട്ടിയോട് തേടുമായിരുന്നു. നമസ്കാരം ബഹുദൈവാരാധകരെ വല്ലാതെ പ്രകോപിതരാക്കുന്ന പ്രവൃത്തിയായിരുന്നു. നമസ്കരിക്കുന്നവരുടെ മുന്നിലും മേനിയിലും മാലിന്യങ്ങൾ വിതറാൻ അവർ അവസരം പാർത്തുനിന്നു. സാഷ്ടാംഗം നമിക്കവെ പ്രവാചകരുടെ മേനിയിൽ പലതവണ അബൂജഹൽ ആടിൻ്റെ കുടൽമാലകൾ കൊണ്ടുവന്നിട്ടു. അതെല്ലാം ഫാത്തിമ വൃത്തിയാക്കി കൊടുത്തു. ഒരു ദിവസം അബൂജഹൽ കൂട്ടുകാരോട് പറഞ്ഞു, ആടിൻ്റെ കുടൽമാലകൾ കൊണ്ടൊന്നും മുഹമ്മദിന് ഒരു കൂസലുമില്ല. നാളെ മുഹമ്മദ് നമസ്കരിക്കുമ്പോൾ വലിയ ഒരൊട്ടകത്തിൻ്റെ ചീഞ്ഞ കുടൽമാല കഴുത്തിലിട്ട് കൊടുക്കാൻ ആർക്ക് സാധിക്കും? ഉഖ്ബ ഇബ്നു അബീ മുഗൈത്ത് ഉടനെ പറഞ്ഞു, നാളെ നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം. പിറ്റേ ദിവസം ആ അവിവേകി അത് ചെയ്യുക കൂടി ചെയ്തു. ലോകത്ത് അതിനു മുമ്പ് ആരും ആർക്കെതിരെയും ചെയ്തിട്ടില്ലാത്ത ഹീനകൃത്യം. വിവരമറിഞ്ഞ് 9കാരി ഫാത്തിമ ഓടി അണയുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിരസനക്കാൻ ആവാതെ വിഷമിക്കുകയും ആ കാഴ്ചയിൽ രസിച്ച് ആ കൊടുംദ്രോഹികൾ കൈകൊട്ടി ചിരിക്കുകയുമായിരുന്നു. അവിടുന്ന് പെരടിയിൽ നിന്ന് പതുക്കെ പതുക്കെ ആ ഭാരിച്ച കുടൽമാല നീക്കി അവരുടെ മുന്നിലേക്കിട്ട ശേഷം ഫാത്തിമ അവർക്കെതിരിൽ ഒരു തീനാളമായി ജ്വലിച്ചു നിന്നു. ധീരയായ ആ ബാലിക കഠിന ദുഃഖം കൊണ്ട് കരയുകയും ഉഗ്രകോപം കൊണ്ട് വിറക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഫാത്തിമ ഈ അക്രമം കാണിച്ച ഖുറൈശികളോട് കണക്ക് തീർത്തു പറഞ്ഞു എന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഉപ്പയുടെ കൈപിടിച്ചുകൊണ്ട് ഫാത്തിമ വീട്ടിലേക്ക് വന്നു. കുട്ടിയായ ഫാത്തിമയുടെ പ്രവൃത്തി ഉമ്മയെയും മറ്റുള്ളവരെയും അത്ഭുതപ്പെടുത്തി. വലിയ ക്രൂരതകൾ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി അവർ ഈ സംഭവം കണ്ടു. ഇങ്ങനെ പുണ്യപ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പരിസരങ്ങളിൽ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുത്തുകൊണ്ട് ഫാത്തിമ സദാ നിറഞ്ഞു നിന്നു. ആ സമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചത് ഒരു മകളുടെ സ്നേഹവായ്പ മാത്രമായിരുന്നില്ല, മറിച്ച് വാത്സല്യവതിയായ ഒരു മാതാവിൻ്റെ സ്നേഹ സാന്നിധ്യം കൂടിയായിരുന്നു. അതിനാൽ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഫാത്തിമ ഉമ്മു അബീഹ, ഫാത്തിമ അവളുടെ ഉപ്പാൻ്റെ ഉമ്മ കൂടിയത്രേ. ഇത് മഹദിയുടെ ഏറ്റവും പ്രശസ്തമായ ഓമനപ്പേരുകളിൽ ഒന്നായി രേഖപ്പെടുത്തുകയും ചെയ്തു.